RSS ശാഖയിൽ പീഡനം നേരിട്ടെന്നാരോപിച്ച് കോട്ടയം സ്വദേശി അനന്തു അജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി. ആരോപണ വിധേയനായ നിതീഷ് മുരളീധരന്റെ കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. നിതീഷ് മുരളീധരൻ ഒളിവിൽ പോയി എന്നാണ് സംശയം. ഇന്നലെയാണ് നിതീഷ് മുരളീധരന്റെ പേരടക്കം പരാമർശിച്ചുള്ള അനന്തു അജിയുടെ വീഡിയോ പുറത്തു വന്നത്. പിന്നാലെ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം. വീഡിയോ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും. അതേസമയം ആരോപണ വിധേയനായ നിതീഷ് മുരളീധരൻ ഒളിവിൽ പോയതായാണ് വിവരം. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്തതായി വിവരമുണ്ട്. നിലവിൽ തിരുവനന്തപുരം തമ്പാനൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ പോലീസിന് വിമർശനവുമായി കോൺഗ്രസ്. ഒരു ചെറുപ്പക്കാരൻ വീഡിയോയിലൂടെ പറയുകയാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരന്ത അനുഭവം. അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചതാണ്. RSS ക്യാമ്പുകളിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണം. ഇത് ചെയ്ത ആളുകളെ പോലീസ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോട്ടയം പൊൻകുന്നത്ത് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. കാഞ്ഞിരപ്പള്ളിക്ക് സമീപം കാപ്പാട് നിതീഷ് മുരളീധരന്റെ കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.